2016 സെപ്റ്റംബർ മുതൽ ഇന്ത്യയിലെ ടെലികോം രംഗം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ജിയോ സിമ്മിനായുള്ള പരക്കം പാച്ചിലിലാണ് നമ്മളിൽ പലരും ഇപ്പോഴും. 4G മൊബൈൽ ഉള്ളവർ ജിയോയുടെ പ്ലാനുകൾ കണ്ട് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി വഴി ജിയോയിലേക്ക് പോർട്ട് ചെയ്യാൻ ഒരുങ്ങുന്നുവെങ്കിൽ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജിയോയുടെ സമാനമായ പ്ലാനുകൾ മറ്റുള്ളവരും തന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള കോൾ, ഡാറ്റ നിരക്കുകൾ നിങ്ങളുടെ ഇപ്പോഴത്തെ നെറ്റ്വർക്ക് തരുന്നില്ല എങ്കിൽ മാത്രം മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. കാരണം ഉറപ്പായും ഒരു നെറ്റ്വർക്കിൽ നിങ്ങൾ എത്ര കാലം നിന്നു എന്നുള്ളത് അടുത്ത തവണ നിങ്ങൾക്കൊരു ഓഫർ തരുന്നതിൻ്റെ മാനദണ്ഡമാകാം. ജിയോയ്ക്ക് 4G നെറ്റ്വർക്ക് മാത്രമാണ് ഇന്ത്യയിൽ ഉടനീളമുള്ളത്. VoLTE എന്ന സങ്കേതം വഴിയാണ് ജിയോയുടെ കോളുകൾ കണക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോൺ VoLTE ലഭ്യമായതല്ലെങ്കിൽ ജിയോ വോയിസ് എന്ന ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ വഴിയാണ് കോളുകൾ വിളിക്കാൻ സാധിക്കുക. ഇത് രണ്ട് മുഖേനയും ഇപ്പോഴും ജിയോയിൽ കോളുകൾക്ക് പ്രശ്നങ്ങൾ നേരിടുന്നത് സർവ്വസാധാരണമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, ഒരിക്കൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് 90 ദിവസം രണ്ടാമത്തെ നെറ്റ്വർക്കിൽ തുടരേണ്ടത് നിർബന്ധമാണ്. അതായത് ജിയോ തൃപ്തികരമല്ല എങ്കിൽ ഉടനെ മറ്റൊന്നിലേക്ക് മാറൽ പ്രായോഗികമല്ല. ഇനി നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണുകളിൽ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ബാറ്ററി ബാക്കപ്പ്. ജിയോ നെറ്റ്വർക്കിന് 4G VoLTE വഴിയുള്ള കോളുകൾക്ക് കൂടുതൽ ബാറ്ററി ആവശ്യമാണ്. നിങ്ങൾ ഡാറ്റ കണക്ട് ചെയ്തില്ലെങ്കിൽ പോലും VoLTE ഉപയോഗത്തിലിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജിയോ വോയിസ് ആപ്പ് വഴിയാണെങ്കിൽ IP നെറ്റ്വർക്ക് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നതിനാലാണ് ഈ പ്രശ്നം നേരിടേണ്ടി വരുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജിയോയ്ക്ക് 4G നെറ്റ്വർക്ക് മാത്രമാണ് എന്ന് സൂചിപ്പിച്ചല്ലോ. ഉറപ്പായും മറ്റു നെറ്റ്വർക്കുകളിലുള്ള 3G 2G നെറ്റ്വർക്ക് പ്രായോഗിക തലത്തിൽ ഉപകാരം തന്നെയാണ്. ഉദാഹരണമായി ബാറ്ററി തീരാറായ സാഹചര്യത്തിൽ നെറ്റ്വർക്ക് മോഡ് 2Gയിലേക്ക് മാറ്റിയാൽ കുറച്ചധികം നേരം ഫോൺ അതിൻ്റെ പ്രായോഗിക കാര്യങ്ങളായ ഫോൺ വിളി, SMS തുടങ്ങിയവയ്ക്ക് ഉപകാരപ്പെടും. ഡ്യുവൽ സിം ഫോണിൽ ജിയോ പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് എങ്ങനെ പ്രായോഗികമാകും? ഒരു ഫോണിൽ ഒരേ സമയം ഒരു സിം മാത്രമേ ഡാറ്റ സിമ്മായി സെറ്റ് ചെയ്യാൻ സാധിക്കൂ. ആ സിമ്മായിരിക്കും 4G നെറ്റ്വർക്ക് ലഭിക്കുന്നത്. മറ്റേ സിം സ്വാഭാവികമായും 2G ആയിരിക്കും. ജിയോയ്ക്ക് 3G 2G സേവനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ജിയോ അല്ലാതെ വേറെ ഏത് സിം ഡാറ്റ സിമ്മായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ജിയോയ്ക്ക് റേഞ്ച് പോലും കാണിക്കില്ല. അതായത് പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡാറ്റ സേവനത്തിനായി മറ്റൊരു ദാതാവിനെ ആശ്രയിക്കേണ്ടി വന്നാൽ പിന്നെ നിങ്ങളുടെ പ്രധാന നമ്പറിൽ, അതായത് ജിയോയിലേക്ക് പോർട്ട് ചെയ്ത നമ്പറിൽ ഇൻകമിംഗ് കോളുകൾ പോലും ലഭിക്കില്ല. ഡ്യുവൽ സിം ഉള്ള ഫോണാണ് നിങ്ങളുടേതെങ്കിൽ ഒരു പുതിയ ജിയോ സിം വാങ്ങി ഉപയോഗിക്കുന്നതാവും നല്ലത്. കൃത്യമായും നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഓഫർ അനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിച്ചത് ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റി മലയാളം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വിവരം എത്തിക്കുന്നതിനായി ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇത്തരം ഉപകാരപ്രദമായ സാങ്കേതിക ലോകത്തെ മറ്റു വാർത്തകൾക്കായി ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക. നന്ദി.